ഹലോ. അപ്പോൾ നമ്മുടെ പാർട്ട് 2 നമ്മുടെ കൊല്ലം എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആണിത്. ഫസ്റ്റ് നമ്മുടെ ബീച്ചിലെ കാഴ്ചകളും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് തങ്കശ്ശേരിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ തങ്കശ്ശേരി വിളക്കുമാടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ്, പണ്ട് വന്നതിനെക്കാട്ടിലും ഒരുപാട് മാറ്റങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ഒരു സമയത്താണ് ഞങ്ങൾ പോയിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ട് സർവീസുകളെല്ലാം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. മീൻ പിടിക്കാനൊക്കെ കടലിൽ പോകുന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ മത്സ്യബന്ധന പോകുന്നവരൊക്കെ ലീവാണ്, ആരും പോകാറില്ല. അപ്പോൾ അവിടുത്തെ ക്രിസ്മസ് കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ കാഴ്ചകളാണ്. വഴിനീളം ഇതുപോലുള്ള ചെറിയ ചെറിയ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ പരിപാടികളാണ്, ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് തങ്കശ്ശേരി വിളക്കുമാടം. അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കേട്ടോ, തങ്കശ്ശേരി വിളക്കുമാടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 144 അടി ഉയരമുള്ള തങ്കശ്ശേരി വിളക്കുമാടം. നേരെ നമ്മൾ പാർക്കിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ അവിടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ ഇവിടുന്ന് പാസ് എടുക്കണം. പാസ് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ. നമുക്ക് വേറെയും കുറേ ആവശ്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഫുൾ ടൈം നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്നും കവർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. ഞങ്ങൾ അത്യാവശ്യം ഇരുന്ന ഇടങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാനും മോളുമൊക്കെ നേരെ അങ്ങോട്ട് പോയത് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഐസ്ക്രീം അതുപോലുള്ള ജ്യൂസ് ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് ആദ്യം നമ്മൾ ബില്ല് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്ന ഫ്ലേവറിൽ ബില്ലടിച്ചിട്ട് പിന്നീട് നമ്മൾ കുറച്ച് അപ്പുറത്തായിട്ട് പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സൊക്കെ ഓർഡർ ചെയ്തു. അവിടെ ഇരുന്ന് കുറേ നേരം കഴിച്ചു. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അങ്ങനെയൊന്നും അധികം ആൾക്കാരൊന്നും വിസിറ്റ് ചെയ്യാത്ത സ്ഥലവും കൂടിയാണ്. ഈവനിങ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിളക്കുമാടമാണ്. ആദ്യകാലത്തൊക്കെ ഇത് മണ്ണെണ്ണ വിളക്കിലാണ് അവിടെ ഈ വിളക്കുമാടം ജ്വലിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് കറണ്ടൊക്കെ ആയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ഒരുപാട് കഴിച്ചിട്ട് നേരെ ഭയങ്കര രസമാണ് ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനും പിന്നെ അതുപോലെ നമുക്ക് കുറേ നേരം വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഭയങ്കര കാറ്റും പിന്നെ അതുപോലെ ഭയങ്കര കൂളാണ്. ഇതുപോലൊരു വഴിയുണ്ട് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കടൽ നിൽക്കുന്ന സ്ഥലത്തേക്ക്, കടലിൻ്റെ കുറുകെയായിട്ടൊരു ചെറിയൊരു പാലം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടാണ് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കളിക്കാനും കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും, ഒരുപാട് ഇഷ്ടപ്പെടും. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് മാത്രമല്ല കേട്ടോ, ഈ ഒരു സ്ഥലം ഭയങ്കര രസമാണ്. ഇവിടെ നമുക്ക് നിന്ന് ഒരുപാട്, ഞാനും മോളെയും കൊണ്ട് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര രസമുണ്ട്, നല്ല കാറ്റും ഒക്കെയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും അത്തായും കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ ഇടക്കാലത്ത് സന്ദർശകരൊക്കെ നിരോധിച്ചെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആൾക്കാർക്കൊക്കെ ചെന്ന് കാണാനും എടുക്കാനൊക്കെ നല്ല സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സ്ഥലം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ മോൾ അവിടെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു, ഡാൻസ് പ്രാക്ടീസും ഒക്കെ ആയിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അല്ലുമായിട്ടുള്ളൊരു ചെറിയ റീൽസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബോട്ട് സവാരിയുണ്ട്. നമ്മൾ കുറച്ച് ദൂരം നമ്മളെ ബോട്ടിൽ പോകാനൊക്കെ പറ്റും. ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് നേരം എൻജോയ് ചെയ്ത് കേട്ടോ. നല്ലതാണ്, കുട്ടികളെ കൊണ്ടൊക്കെ പോകാനും എടുക്കാനും ഒക്കെ നല്ല സ്ഥലമാണ്. പോകാത്തവരൊക്കെ ഒന്ന് പോവുക. പോയവർ തീർച്ചയായിട്ടും ഈ വ്ലോഗ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് പോകാനുള്ളതെന്ന് വെച്ചാൽ ആശ്രമത്തിൽ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം, പിന്നെ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മൾ നേരെ ആശ്രമം വിടുകയാണ് കേട്ടോ.
അപ്പോൾ നല്ല രസമാണിത്. നിങ്ങൾക്ക് വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈവനിങ് പോവുക, ഉച്ചയ്ക്ക് ശേഷം പോവുക, അതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. പിന്നെയും മോള് റീൽസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇതൊക്കെയാണ്. ഒരുപാട് ബോട്ടുകൾ, എല്ലാവരും അവധിയിലാണ്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമും ആഘോഷങ്ങളൊക്കെ ആയിട്ട്. ഇവിടാണ് കേട്ടോ മീൻ കടലിൽ നിന്ന് കൊണ്ടുവന്ന് ലേലം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് ഒന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും തന്നെ ഇല്ല. അപ്പോൾ അതാ നമ്മൾ അവിടുന്ന് നേരെ ആശ്രമം വിടുകയാണ്. നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക്